ജീവൻരാജിന്റെ അച്ഛനും അമ്മയും ഞങ്ങൾക്ക് അഭയം തരുമായിരുന്നു. അവരെയും കൂടി അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് ആ വീട്ടിൽ പതിയിരുന്ന് ദാസങ്ങളും എന്റെ ചേച്ചിമാരും കൂടി ഞങ്ങളെ ചതിക്കുമായിരുന്നു. അച്ഛനും അനുചേച്ചിക്കും അതിൽ പങ്കുണ്ടോന്ന് എനിക്കറിയില്ല. ബാക്കി എല്ലാവരും കൂടി ചേർന്ന് ജീവൻരാജൻ എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ച് കളയാൻ സാധ്യതയുണ്ട്. എന്നെ രക്ഷിച്ച പോലെ അവനെ കൂടി നിങ്ങളെ രക്ഷിക്കണം പ്ലീസ്. നീ വിഷമിക്കണ്ട മോളെ. സാക്ഷാൽ ദൈവം തമ്പുരാനാ നിന്നെ ഞങ്ങളുടെ മുമ്പിൽ എത്തിച്ചത്. അത് നിനക്കും ജീവൻരാജനും ഒരുമിച്ച് ജീവിക്കാൻ ഭാഗ്യമുള്ളത് കൊണ്ടാ. പിന്നെ നിന്നെയും ജീവനെ അകറ്റുന്നതില് നിന്റെ അച്ഛനും അനുചേച്ചിക്കും പങ്കൊന്നും ഇല്ലെന്ന് നീ വിചാരിക്കണ്ട. ഇതെല്ലാം തീരുമാനിക്കുന്നത് നിയന്ത്രിക്കുന്ന അവരാ. അനുപമയുടെ വീട്ടിൽ വെച്ചാ ഇതിന്റെ എല്ലാ ഗൂഢാലോചനകളും നടക്കുന്നത്. ആ പാവം ചെറുക്കനെ പോലീസിനെ കൊണ്ട് തല്ലി ചതപ്പിച്ച് നിന്നെ വേണ്ടെന്ന് അവനെ കൊണ്ട് പറയിപ്പിക്കും. അവന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചിലപ്പോ നിനക്കും പറയേണ്ടി വരും, അവനെ മറന്ന് അച്ഛൻ പറയുന്നത് പോലെ ജീവിച്ചോളാന്ന്. നിന്നെ സിംഗപ്പൂരിലേക്ക് അയച്ചതിന് ശേഷമേ അവര് ജീവനെ ജയിലിൽ നിന്ന് പുറത്തു വിടത്തുള്ളൂ. ഇല്ല, എന്നെ ജീവനെ തമ്മിൽ പിരിക്കാൻ ആര് വിചാരിച്ചാലും നടക്കില്ല. ജീവനെ രക്ഷിക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കില്ലേ? ഇന്ദ്രേട്ട പ്ലീസ്, ബാക്കിയെല്ലാം മറന്ന് ഈ കാര്യത്തിന് ഞങ്ങളുടെ കൂടെ നിൽക്കണം. ആന്റി പറഞ്ഞില്ലേ ദൈവമാണ് എന്നെ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചെന്ന്. അത് സത്യമാ. ഈ പാതിരാത്രിയിൽ നിന്നെ ഞങ്ങൾ കണ്ടില്ലായിരുന്നെങ്കിൽ അവന്മാർ നിന്നെ ഉപദ്രവിക്കുമായിരുന്നു. അതിൽ നിന്ന് നീ രക്ഷപ്പെട്ടത് വലിയ ദൈവഭാഗ്യം തന്നെ മഞ്ചാടി. പക്ഷേ എനിക്ക് നിന്നോട് പറയാനുള്ളത്, ഈ ചെറിയ പ്രായത്തിൽ ജീവൻരാജിനെ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ അച്ഛനും വീട്ടുകാരൊക്കെ പറയുന്ന അനുസരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലതെന്നാ. അതെ മഞ്ചാടി, നിനക്കും അവനൊക്കെ ഇപ്പൊ പഠിക്കേണ്ട പ്രായ. പഠിച്ചൊരു നല്ല നിലയിൽ എത്തുന്നത് വരെയെങ്കിലും ബാക്കിയുള്ളതെല്ലാം മറന്ന് ജീവിക്കാൻ നോക്ക്. അനന്തമാഷ് മക്കളുടെ നല്ലതിനു വേണ്ടി എന്തും ചെയ്യൂ. ഇതാണ് രവി അയാളുടെ നന്മ. സിനിമാ കഥകളിലെ വില്ലന്മാരെ തോൽപ്പിക്കുന്ന പ്രവൃത്തിയല്ലേ അനന്തമാഷ് സ്വന്തം മക്കളും ആ പയ്യനോട് കാണിച്ചത്. ദുരഭിമാനത്തിന്റെ പേരില് 2 പിള്ളേരെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത് ശരിയാണോ? അത് മാത്രമല്ല, മഞ്ചാടിയും ജീവൻരാജും അമ്പലത്തിൽ വെച്ച് കഴുത്തിൽ മാല ചാർത്തി കല്യാണം കഴിച്ചവരല്ലേ രവിയേട്ട? 2 ദിവസം അവരൊരുമിച്ച് ജീവിക്കുകയും ചെയ്തു. ഇനി അവരെ തമ്മിൽ പിരിച്ചടങ്ങുമെന്ന് വെച്ചാ അത് ദുരഭിമാനത്തിന്റെ പേരിലുള്ള ഗുണ്ടായിസം തന്നെയാ. നാളെ ഇത് വല്ല പത്രക്കാരോ ചാനലുകാരോ ഒക്കെ അറിഞ്ഞ അനന്തമാഷിന്റെ കുടുംബത്തിന്റെ അഭിമാനം കാറ്റിൽ പറക്കും അല്ലേ ആന്റി? പറക്കണ ഹർഷേ, വലിയ സ്നേഹത്തെക്കുറിച്ചും ആദർശത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു നടക്കുന്ന ആളല്ലേ അനന്തമാഷ്. ആ മനുഷ്യന് സ്വന്തം കുടുംബത്തിലൊരു പ്രശ്നം വന്നപ്പോ എല്ലാ ആദർശവും മറന്ന് പ്രവർത്തിക്കുന്നത് ഈ ലോകം മുഴുവനും അറിയണം. അതെ, ജീവനെ എന്നെ സ്വതന്ത്രരായി വിട്ടില്ലെങ്കിൽ ഞാൻ തന്നെ മുന്നിട്ടിറങ്ങി എന്റെ വീട്ടുകാരുടെ സ്വാർത്ഥത പുറത്തു കൊണ്ടുവരും. ആന്റി അതിന് എന്നെ ഒന്ന് സഹായിക്കണം. ഞാനുണ്ടാവും മഞ്ചാടി. ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവുന്നതുവരെ സുശീല ആന്റി ഇതിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഇന്ദ്ര, മഞ്ചാടിയെ കാണാതായ കാര്യം അറിയുമ്പോൾ ദാസാറിന്റെ വീട്ടിലുള്ളവർ അന്വേഷണം തുടങ്ങും. ചിലപ്പോൾ പോലീസിലും അവർ വിവരം അറിയിച്ചേക്കും. അതുകൊണ്ട് മഞ്ചാടിയെ നമ്മൾ രക്ഷിച്ച കാര്യം സ്റ്റേഷനിലെങ്കിലും ഒന്ന് വിളിച്ചു പറയണ്ടേ? അതിന്റെ ആവശ്യമൊന്നുമില്ല. നാളെ നേരം വെളുക്കും വരെ എല്ലാവരും വെപ്രാളപ്പെട്ട് നടക്കട്ടെ. അല്ലാതെ ഇപ്പൊ ഇവിടെയും കൊണ്ട് പോലീസ് സ്റ്റേഷൻ പോയാലേ കാര്യങ്ങളെല്ലാം അവർ ഉദ്ദേശിച്ച രീതിയിൽ വളച്ചൊടിക്കും. പക്ഷെ അമ്മ, വീട് വിട്ടിറങ്ങിയ ഒരു പെൺകുട്ടിയെ അർദ്ധരാത്രിയിൽ നമ്മൾ കണ്ടെത്തിയ ആ വിവരം പോലീസിൽ അറിയിക്കേണ്ട നിയമപരമായൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് മഞ്ചാടി ഇവിടെ താമസിപ്പിച്ച നാളെ നമ്മൾ അതിന് സമാധാനം പറയേണ്ടി വരും. അതെ, പേടിക്കണ്ട ഇന്ദ്രേട്ട,
പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ ഞാൻ തയ്യാറാവാത്തോണ്ടാണെന്ന് ഞാൻ അവരോട് പറഞ്ഞോളാം. ആ ഇപ്പൊ എന്നെ അവരുടെ കൈ കിട്ടിയ ആന്റി പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും അവർക്ക് അനുകൂലമാക്കിയെടുക്കും. ആ